ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നല്ല റെഡ് ആയിട്ടുള്ളൊരു റെഡ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ വരുന്ന ഒരു ഐ മേക്കപ്പും നല്ലൊരു റെഡ് ലിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഒരു പാർട്ടിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി മേക്കപ്പ് ലുക്കൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ പാർട്ടിക്കോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ റിമെൽ ലണ്ടൻ്റെ ലാസ്റ്റിംഗ് റേഡിയൻസ് എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അത് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ മേബിലിൻ്റെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു കളർ ഇതിൻ്റെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ റിമെലിൻ്റെ ഫൗണ്ടേഷൻ ഓർഡർ ചെയ്തപ്പോൾ അത് എനിക്ക് തീരെ മാച്ച് ആയില്ല, കുറച്ച് ഡാർക്കായി. അപ്പോൾ അതൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ അതിലൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ലാക്മേയുടെ ഒരു സീറം എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഫേസിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ആ ഫൗണ്ടേഷൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഫേസ് ഒന്ന് ഡ്യൂയി ആവാൻ വേണ്ടിയിട്ടാണ്. മാറ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ്, മാറ്റ് ലുക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇതൊക്കെ കൂടി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഡ്യൂയി ഫിനിഷാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണേ ഈ ഒരു മാച്ച് ചെയ്ത് വന്നപ്പോൾ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹിലറി റോദ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കൺസീലർ എടുത്തിട്ട് നന്നായി എൻ്റെ അണ്ടർ ഐസും ജസ്റ്റ് ആ നെറ്റിയുടെ ഭാഗമൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അപ്ലൈ ചെയ്തിട്ട് നന്നായി ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഉള്ളിലേക്കായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഐ ഷാഡോ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസീലർ വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തും നന്നായി ആ ഡാർക്ക്നെസ് ഒന്ന് നന്നായി കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാക്മേയുടെ റോസ് പൗഡർ എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് പൗഡറാണ്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിഭാഗം ഇതേ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഭാഗമൊക്കെ നമ്മുടെ ക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്, ഒരു ലൈനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ വരുന്നൊരു പഫ് വെച്ചിട്ട് ഞാൻ ബാക്കി മൊത്തം മേക്കപ്പിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷുഗറിൻ്റെ ഒരു കോൺടോർ പാലറ്റ് ഉണ്ട്, കോൺടോർ ബ്ലഷ് ഹൈലൈറ്റർ മൂന്നും കൂടി വരുന്നൊരു പാലറ്റ് ഉണ്ട്. അതെടുത്തിട്ട് അതിൽ നിന്ന് കോൺടോറിൻ്റെ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് നന്നായി ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചീക്ക് ബോണിൻ്റെ അവിടെയും നമ്മുടെ ചിന്നിൻ്റെ അടിയിലും ഫോർഹെഡിലായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഹാർഷ് ലൈൻ അവോയ്ഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ തന്നെ ഒരു ബ്ലഷ് എടുത്തിട്ട് അതേ പാലറ്റിൽ ബ്ലഷും ഹൈലൈറ്ററും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലഷ് തന്നെ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ചീക്ക് ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നോസിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടമാണ്, നല്ല ഭംഗിയുണ്ടാവും അതങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫാൻ ബ്രഷ് എടുത്തിട്ട് ഹൈലൈറ്റർ എടുത്തിട്ട് അതേ പാലറ്റിലത്തെ ഹൈലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പാലറ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഒന്നുകൂടി നാച്ചുറൽ ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ പാലറ്റിലത്തെ ഒരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ബ്രൗ ഇതായാലും മതി കേട്ടോ. ബ്രൗ പൊമേഡൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്താലും നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റിലത്തെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ ഡാർക്ക് ഒരു മീഡിയം ബ്രൗൺ കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് നന്നായി ഒന്ന് വരച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ബ്രൗണിഷ് ഓറഞ്ചിഷ് ആയിട്ടുള്ള ഒരു കളറുണ്ട്, ബ്രൗണും ഓറഞ്ചും ഒക്കെ ആയിട്ടുള്ളൊരു കളർ എടുത്തിട്ട് നന്നായി നമ്മുടെ ക്രീസ് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ജസ്റ്റ് ഒരു നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്രൗൺ കളർ എടുത്തിട്ട് ആ ക്രീസ് ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു റെഡ് കളർ എടുത്തിട്ട് നല്ലൊരു റെഡ് കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് നന്നായി അവിടെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡ് ഒരു ബേസ് കളർ പോലെയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ ഗോൾഡൻ ആണ് നമ്മുടെ മെയിൻ വരുന്നത്. അപ്പോൾ ഒരു റെഡിഷ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അടിയിൽ റെഡ് അപ്ലൈ ചെയ്തത്. അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ എൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് ഐ ഷാഡോ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ എൻ്റെ ഐ ഷാഡോയിൽ നമ്മൾ റെഡ് അപ്ലൈ ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത റെഡും ബ്രൗണും രണ്ടും കൂടിയിട്ട് വേറെ വേറെ ആയിട്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് കണ്ണിൻ്റെ അടിഭാഗത്തൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനർ ഉപയോഗിച്ചിട്ട് എൻ്റെ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നന്നായി നമ്മുടെ ഐസ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഞാൻ എപ്പോഴും എൻ്റെ ഐലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അടിഭാഗത്ത് നമ്മുടെ ആ ഒരു ലൈനാണ് ഫോളോ ചെയ്യുക. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ മുകളിലേക്ക് വരച്ചിട്ട് അത് വെച്ചിട്ട് നന്നായി നമ്മുടെ ഇന്നർ കോർണറിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. എനിക്ക് ഒന്നുകൂടി തിക്കായിട്ടുള്ളൊരു ലൈനാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ മസ്കാര എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ പീല് നന്നായി കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലാഷസ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഷസ് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈറ്റ് പെൻസിൽ എടുത്തിട്ട് വൈറ്റ് ബ്ലൂ ഹെവൻ്റെ ഒരു പെൻസിലാണ് അത് എടുത്തിട്ട് നന്നായി കണ്ണിൻ്റെ കാജൽ പെൻസിൽ പോലെയാണ് അപ്പോൾ അന്ന് എടുത്തിട്ട് ഞാൻ നന്നായി എൻ്റെ കണ്ണിൻ്റെ അടിഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കണ്ണൊന്നുകൂടി ഒന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു റെഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് നന്നായി എൻ്റെ ലിപ്സും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ റെഡൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്തൊക്കെ ആയി ലിപ്സിൻ്റെ പുറം ഭാഗത്തൊക്കെ ആയി ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ നോർമൽ ലിപ്സ്റ്റിക്കിൻ്റെ പോലെയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായി ആ ലിപ്സ്റ്റിക്ക് തന്നെ എടുത്തിട്ട് നന്നായി ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കല്ലേ അപ്ലൈ ചെയ്യണ്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഡാർക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് നമ്മുടെ ലിപ്സിനേക്കാളും പുറത്തേക്ക് പോയാൽ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു നമ്മൾ ലൈനർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ആ ലിപ്സ്റ്റിക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഗ്ലാമിൻ്റെ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അതൊന്ന് അടിക്കലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഓംബ്രെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാം. സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതും മിക്കതും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് എനിക്ക് ആവശ്യമുള്ള സമയം വരെ എന്തായാലും മേക്കപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി ഗ്ലാം മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നല്ല ഗ്ലാം ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. നമുക്ക് നല്ലൊരു ഗോൾഡൻ ആ ഒരു റെഡ് ബാക്കിൽ കൂടെ പീക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഗോൾഡൻ കളറാണ് മെയിനായിട്ട് സ്റ്റാറായിട്ട് വരുന്നത്. അപ്പോൾ നല്ലൊരു റെഡ് ആ ഒരു ക്രിസ്മസ് വൈബിലേക്ക് നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് പാർട്ടിക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക. എന്തെങ്കിലും കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ ആ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.